സാൻജോസ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റിയോടൊപ്പം ഇന്നുള്ളത് 2023-24 കാലഘട്ടത്തില് ഈ പള്ളിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാരാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ എത്രയോ ഭംഗിയായിട്ടാണ് നമ്മുടെ പ്രതിനിയോഗവും പള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത്. നമുക്ക് മുടങ്ങിക്കിടന്ന വെടിക്കെട്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, പള്ളിയുടെ മതബോധന കേന്ദ്രം ഉൾപ്പെടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ചുക്കാൻ പിടിച്ച വ്യക്തികളാണ് അവരെ. വളരെ നന്ദിയോടുകൂടിയാണ് ഇടവക നിങ്ങളെ നോക്കിക്കാണുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുകയും അതിനു വേണ്ട നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു എന്ന് പറയാം. ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ജോയേട്ടാ? 2023 സെപ്റ്റംബർ 10 ഇവിടെ നിന്ന് മാറിപ്പോയ ഫാദർ ജോൺസൺ ഐനിക്കൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഈ പള്ളിയുടെ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം ഞങ്ങൾക്ക് കൈമാറിയ താക്കോൽ കൂട്ടവും അതിൻ്റെ രേഖകളും ഞങ്ങൾ ഏറ്റുവാങ്ങുകയും അന്ന് തൊട്ട് ഞങ്ങൾ 4 പേരും കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നു വരികയായിരുന്നു. 2010 സെപ്റ്റംബറിൽ ഞങ്ങൾ ചാർജ് എടുത്തതിന് ശേഷം എൻ്റെ കാലഘട്ടത്തിൽ ആദ്യം വന്നത് ജപമാലയാണ്. ആ ജപമാല വളരെ ഭംഗിയോടും വളരെ കൃത്യനിഷ്ഠയോടും കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ കഴിഞ്ഞ നവംബർ മാസത്തിൽ വന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള മാസമാണ്. സിമിത്തേരി സെറ്റ് ചെയ്യുകയും അത് വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കാനും സാധിച്ചു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ സിംസേരിയെ പറ്റിയാണ്. ഇപ്പോൾ ഉള്ള നമ്മുടെ സ്ഥലപരിമിതി കാരണം ഇനി 2-3 വർഷത്തിന് ശേഷം നമുക്ക് നമ്മുടെ സിംസേരി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളൊരു പഠനം നടത്തുകയും പല സിംസേരികളും പോയി സന്ദർശിക്കുകയും അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി വരുന്ന കൈക്കാരന്മാർക്ക് അതിൻ്റെ എല്ലാ വിവരങ്ങളും അവർക്ക് പകർന്നു കൊടുക്കും. അവരത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുകയാണെങ്കിൽ സിംസേരിയുടെ കാര്യം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വേണം നീങ്ങാൻ. ഇനി വരുന്ന ബോഡികൾ വെക്കാനുള്ള സ്ഥലം വരെ നമുക്ക് വളരെ കുറവാണ്. അതാണ് എൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ചെയ്തത്. എപ്പോഴും പ്രസന്ന മുഖത്തോടു കൂടിയാണ് നമ്മുടെ ബാബു ജോർജ് ഏട്ടനെ കാണാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കും. 2023 ഡിസംബർ 10 ചുമതലയേറ്റു. ഫെബ്രുവരി വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഞാനുണ്ടായിരുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ICSE സ്കൂളുകളിലേക്ക് നമുക്ക് എൻ്റെയും കൈക്കാരന്മാരുടെയും കൂടെ കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു. പിന്നെ വെടിവഴിപാടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വെടിവഴിപാട് നമുക്ക് കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി പഠിച്ച് നമ്മുടെ വഴിപാടുകൾക്ക് നിജപ്പെടുത്തുകയും ചെയ്തിരുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് ആണ്. ഡിജിറ്റൽ ബാങ്കിങ് നമ്മൾ QR കോഡ് വഴി വഴിപാടുകൾ സ്വീകരിച്ച് തുടങ്ങി. ബുള്ളറ്റിനിൽ QR കോഡ് നമുക്ക് ലഭ്യമാണ്. നമ്മുടെ പാവട്ടി പള്ളിയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടക ലക്ഷങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് പാവർട്ടി തിരുനാളിൻ്റെ ആ കാലഘട്ടം. ആ ഒരു കാലം ഏറ്റവും ഭംഗിയായി തന്നെ ജോസിയേട്ടൻ നിർവഹിക്കുകയുണ്ടായി. തിരുനാളിൻ്റെ തിരക്കുകളും തിരുനാൾ വെടിക്കെട്ട് പോലെയുള്ള ഏറ്റവും ഗൗരവമായ കാര്യങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ടു. ജോസിയേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. പാവറട്ടി ഇടവകയിലെ ഓരോ വിശ്വാസിയുടെയും അഭിമാനമാണ് പാവറട്ടി പള്ളിക്കും പാവറട്ടി ഇടവകയ്ക്കും വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത്. വിവിധ കമ്മിറ്റികളായും തിരുനാളിനും മറ്റും അതിലേക്ക് എടുക്കപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഏവരും വളരെ അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. പാവറട്ടി ദേവാലയത്തിൻ്റെ കൈക്കാരന്മാരായി സേവനം ചെയ്യാൻ 1 വർഷം ഞങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനനുവദിച്ച ഈ ഇടവക ദേവാലയത്തിലെ പ്രതിനിധി അംഗങ്ങളോടും ബഹുമാനപ്പെട്ട ജോൺസൺ ഐനിക്കൽ അച്ഛനോടും തുടർന്ന് വികാരി വന്ന ഫാദർ ആൻ്റണി ചമ്പകശ്ശേരി അച്ഛനോടും മറ്റ് കൊച്ചച്ഛന്മാരോടും ആദ്യമായി നന്ദിയുടെ വാക്കുകൾ അവർക്ക് സമർപ്പിക്കുകയാണ്.
ഈ പാവർട്ടിയുടെ 148-ാം മാധ്യസ്ഥ തിരുനാളാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ആഘോഷിച്ചത്. അതിനു മുൻപേ തന്നെ നമ്മളുടെ വലിയ നൊയമ്പിലെ ഊട്ട് തിരുനാളും ഊട്ട് നേർച്ചയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാളും ജനുവരി മാസത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാളും ഈ ദേവാലയത്തിൽ വളരെ സമുചിതമായും വിജയകരമായും ലക്ഷങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയും ആഘോഷിക്കുകയുണ്ടായി. ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ കൈക്കാരന്മാരും മുൻ കൈക്കാരന്മാരും വികാരിമാരും മറ്റ് നാട്ടുകാരും വിവിധ കമ്മിറ്റി അംഗങ്ങളും നല്ലൊരു പ്രോത്സാഹനവും നമുക്ക് നൽകിയിട്ടുണ്ട്. തുടർന്ന് ഈ ദേവാലയത്തിൻ്റെ 148-ാം മധ്യസ്ഥ തിരുനാൾ നടത്തുമ്പോൾ അതിൻ്റെ പ്രധാന വഴിപാടായ വെടിക്കെട്ട് അത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ആ വെടിക്കെട്ട് വളരെ ഗംഭീരമായി 4 ദിവസങ്ങളായി 4 സമയങ്ങളിൽ നമുക്ക് ഈ തിരുനടയിൽ തിരുമുറ്റത്ത് തന്നെ എല്ലാവരുടെയും സഹകരണത്തോടെ വിവിധ കക്ഷി രാഷ്ട്രീയ ബഹുജന സംഘടനകളുടെ സ്വാധീനത്തോടെ നമ്മുടെ കൈക്കാരന്മാരുടെ സഹകരണത്തോടെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പോലീസിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പെരുന്നാളും അതുപോലെ തന്നെ വെടിക്കെട്ടും വളരെ ഭംഗിയായും ആർഭാടമായും ഗംഭീരമായും നടത്തുവാൻ നമുക്ക് സാധിച്ചു. തുടർന്ന് സെൻറ് ജോസ് ആർക്കേഡിൻ്റെ ബഹുഭൂരിപക്ഷം പ്രവർത്തനങ്ങളും അതിൻ്റെ വർക്കുകളും നടന്നത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി. അതിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനും വീഴ്ചകളും കുറവുകളും പറഞ്ഞു കൊടുക്കുന്നതിനും തുടർന്ന് നന്നായി നടത്തുന്നതിനും അത് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഉദ്ഘാടന വേളയും കാത്തുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാലങ്ങളായിട്ട് ഇല്ലാതിരുന്ന വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടുന്നതിനും മറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനും ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു. അതും ഞങ്ങൾ വളരെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസാന ഭാഗത്തിൽ പങ്കെടുത്ത ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് ആൻഡോ ചേട്ടനാണ്. തീർത്ഥാടന ടൂറിസം പദ്ധതി, അതിൻ്റെ പദ്ധതികൾ സമർപ്പിക്കുക, അതിൻ്റെ പ്ലാനിങ് നടത്തുക, അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു. ആൻഡോ ചേട്ടൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിവരിക്കാമോ? എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഇടവക ജനത്തിനും, വിശിഷ്യ സാന്റ് ജോസ് പാരിഷ് വോയ്സ് കമ്മിറ്റിക്കും എൻ്റെയും എൻ്റെ കൈക്കാരന്മാരുടെയും പ്രാർത്ഥനാശംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. 2023 സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് ഞങ്ങൾ 4 പേര് ഏറ്റവും പ്രശസ്തമായ ഈ ഇടവകയുടെ കൈക്കാരന്മാരായിട്ട് ചുമതലയേൽക്കുന്നു. ഇന്ന് കൃത്യം 365 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ കാലഘട്ടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു. ചുമതല ഏൽക്കുക എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്, വലിയൊരു അർത്ഥതലമുണ്ട്. കാര്യനിർവഹണം വളരെ കൃത്യതയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കാനായിട്ട് ചുമതലപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന ബോധ്യം ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ പാലിച്ചു പോകും. നമ്മുടെ പ്രിയപ്പെട്ട പുണ്യവാളൻ പാവറട്ടിയുടെ വിശുദ്ധ യോസേപ്പ് പിതാവിനെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം, നമ്മുടെ പുണ്യവാളൻ പള്ളിക്കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ്, വളരെ ജാഗ്രതയോടുകൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവനാണ് എന്ന ഒരു ഐതിഹ്യം നമ്മുടെ ഇടവക ജനത്തിനെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഏറെ ഭയഭക്തി ബഹുമാനത്തോടുകൂടെ വലിയ ജാഗ്രതയോടുകൂടിയാണ് കാര്യമായിട്ട് പ്രശ്നങ്ങളില്ലാതെ പിഴവുകളില്ലാതെ ഈ പള്ളിയുടെ കാര്യനിർവഹണം നടത്തണം എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ ബോധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഊർജം ഞങ്ങൾക്ക് നൽകിയത് ഈ പള്ളിയുടെ അകത്തളങ്ങൾ തന്നെയാണ്. ഓരോ ദിനത്തിൻ്റെയും കർത്തവ്യ നിർവഹണത്തിനായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി വളരെയേറെ നേരം പ്രാർത്ഥനാ നിർഭരമായി ചെലവഴിച്ചതിന് ശേഷം ആ ഊർജത്തിലൂടെയാണ്
ട്രസ്റ്റി ഓഫീസിലേക്ക് കയറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുണ്യപിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടായി എന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഞങ്ങൾ ആദ്യമേ ചെയ്തത്. നമ്മുടെ പള്ളിനടയിലുള്ള ഗ്രോട്ടോയിൽ ഒരു പ്രാർത്ഥനാ ചൈതന്യം നിലനിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാ ആഴ്ചയിലും അവിടെ മാതാവിൻ്റെ മുന്നിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വപരമായി ഇടപെടൽ നടത്തുക എന്നത് ഞങ്ങൾ സ്വയം ഏറ്റെടുത്ത കർത്തവ്യമാണ്. അത് മുടങ്ങാതെ ഈ ഒരു വർഷക്കാലം പൂർണ്ണമായിട്ടും ഞങ്ങൾ നിർവഹിക്കുകയാണ്. ധാരാളം ഇടവക ജനങ്ങൾ അതിൽ പങ്കാളികളായി. അത് അഭംഗുരം ഇനിയും തുടർന്നു പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇടവക ജനത്തിന്റെ പങ്കാളിത്തത്തോടുകൂടെ പള്ളിയകത്ത് ദേവാലയ അങ്കണത്തിലെ വയോജനങ്ങൾക്ക് ഇരിക്കുവാനായിട്ട് ഇരിപ്പിടങ്ങൾ കുറവാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇടവക ജനത്തിനെ കണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ വെറും 2 ദിവസം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ ഇടവക ജനങ്ങൾ 21 ബെഞ്ചുകളാണ് സ്പോൺസർ ചെയ്തു തന്നത്. അത് നമ്മുടെ ദേവാലയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ മതിയായ ഇരിപ്പിടങ്ങൾ നമുക്കായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 നിർമ്മിതികൾ ഈ കാലഘട്ടത്തിൽ നടന്നു. ഞങ്ങളുടെ തൊട്ടു മുൻപുള്ള കൈക്കാരന്മാരുടെ കാലത്ത് തുടങ്ങിയതാണ് സാന്റ് ജോസ് ആർക്കേഡ്. ഈ ആർക്കേഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ പങ്ക് മുഴുവൻ കടന്നുപോയത് ഈ ഒരു വർഷക്കാലം. അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ കൃത്യതയോടുകൂടെ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയും പള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ന് സർക്കാരിൻ്റെ നിയമങ്ങൾ ഒരുപാട് നൂലാമാലകൾ നിറഞ്ഞതാണ്. GST വകുപ്പുണ്ട്, IT വകുപ്പുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഒരു പ്രശ്നങ്ങളും ഏൽക്കാത്ത രീതിയിൽ അത് വളരെ സൂക്ഷ്മതയോടുകൂടെ ഏത് കാലഘട്ടത്തിലായാലും അത് സുതാര്യമായി കണക്കുകളെല്ലാം കൃത്യമായി സുതാര്യമായി. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജാഗ്രതയുടെ അടിസ്ഥാനത്തിൽ പള്ളിക്ക് ഒരു പൈസ പോലും ധനനഷ്ടമില്ലാത്ത രീതിയിൽ ആ നിർമ്മാണ പ്രവൃത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും തീവ്രമായ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ കാലയളവിലുണ്ടായി. ഇന്ന് അത് നമ്മുടെ പള്ളിക്ക് നേരെ അഭിമുഖമായി വലിയ അഭിമാന സ്തംഭമായി നമ്മുടെ ഇടവകയ്ക്ക് ദീർഘകാലത്തേക്ക് ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് വളർന്നു കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടു കൂടെ തന്നെ ഞങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുക. രണ്ടാമത്തെ നിർമ്മിതി നമ്മുടെ LP സ്കൂളിന്റെ കൺസ്ട്രക്ഷനും അതിനോടൊപ്പം വിശ്വാസ പരിശീലനം ഒറ്റ കുടക്കീഴിലാക്കുക എന്ന് പറയുന്ന ആശയമായിരുന്നു. ഈ ആശയത്തിന് 2018 മുതൽ അതിനൊരു പഴക്കമുണ്ട്. പക്ഷെ അത് നടപ്പിൽ വരുത്താനായിട്ടും ഞങ്ങൾക്ക് സാധിച്ചു. ഇടവക ജനത്തിന്റെ സാമ്പത്തിക പങ്കാളിത്തത്തോടുകൂടെ അത് വരുന്ന ഫെബ്രുവരി മാർച്ച് മാസത്തോടുകൂടെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ കൂടിയാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത്. ഏറ്റവും എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം, ഞങ്ങൾ 4 പേരും ഈ ഇടവക ദേവാലയത്തിന്റെ ട്രസ്റ്റി റൂമിൽ രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച കഴിഞ്ഞും 4-4:30 മുതൽ 8 മണി വരെയും ഇവിടെ ഇരുന്നപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അത് ഭാവിക്ക് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, എന്തുകൊണ്ട് നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങൾക്ക് തളർച്ചയുള്ള അനുബന്ധ സ്ഥാപനങ്ങളെ എങ്ങനെ വളർത്താം, എങ്ങനെ കൂടുതൽ വരുമാനം ആർജിക്കാം. അതുപോലെ തന്നെ വെടിവഴിപാടിൻ്റെ കാര്യം സൂചിപ്പിക്കേണ്ടത്, വെടിവഴിപാടിൻ്റെ കേസിൽ വെടിവഴിപാടിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരികയും അതേസമയം നമ്മുടെ തിരുനാളിൻ്റെ വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും, സെമിത്തേരിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ ഒരു പഠനം ഞങ്ങൾ പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. പ്രതിനിധി സഭാ അംഗങ്ങൾ അത് വളരെ സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കാനും അതിൻ്റെ തുടർ നടപടികൾക്ക് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യമാണ് നേരത്തെ റാഫി മാഷ് സൂചിപ്പിച്ചതുപോലെ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഒരു തീർത്ഥാടന ടൂറിസം, അതിൻ്റെ എല്ലാ സാധ്യതകളെയും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായി ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സർക്കാർ കലണ്ടറിൽ നമ്മുടെ തിരുനാൾ ആഘോഷം രേഖപ്പെടുത്തപ്പെടുന്നു. ഇനി വരുന്ന ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കലണ്ടറിൽ നമ്മുടെ തിരുനാൾ ആഘോഷം രേഖപ്പെടുത്തപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിച്ചു. ഇന്ന് നമ്മുടെ പള്ളി
ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രോജക്റ്റിന്റെ ഗുണഭോക്താവായിട്ട് മാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടിയ പ്രതിനിധി യോഗം അതിന് അംഗീകാരം നൽകി. നമ്മെ സംബന്ധിച്ചിടത്തോളം ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 100% സ്പോൺസർഷിപ്പിലൂടെ ചെയ്യുന്ന ഒരു പദ്ധതിയിൽ നമ്മൾ കടന്നു വരിക എന്ന് പറയുന്നത് ഈ 148 വർഷം പഴക്കമുള്ള നമ്മുടെ ഇടവക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ഇനിയും തുടർന്നു വരുന്ന നമ്മുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ ട്രസ്റ്റിമാരെ അതിന് നേതൃത്വം നൽകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുനാൾ ആഘോഷമായി കഴിഞ്ഞാലും വെടിക്കെട്ടിന്റെ അനുമതിയായി കഴിഞ്ഞാലും അതിലേക്കെല്ലാം തന്നെ ഒരു പാലമാണ് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഈ പ്രോജക്റ്റ് ഭംഗിയായി നടത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല അനുബന്ധമായിട്ടുള്ള ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ജില്ലാ ടൂറിസം ഡയറക്ടറുടെ ചാർട്ടിൽ ഇന്ന് പാവർട്ടിപ്പള്ളിക്ക് പ്രഥമ സ്ഥാനം തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. അവരത് കൃത്യതയോടുകൂടെ പാവർട്ടിപ്പള്ളിയെ അതിനകത്ത് നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിച്ചു. ഈ കാലയളവിലെല്ലാം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇടവക ജനം ഞങ്ങൾക്ക് നൽകിയ വലിയ പിന്തുണയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടെ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഓരോ ഇനവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യതയോടുകൂടെ അത് പറഞ്ഞ് അതിൽ വിലയിരുത്തലുകൾ നടത്തി ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഓരോ ഇടവക്കാരനോടുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഇടവക ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന നിലയിൽ പ്രതിനിധി യോഗം ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾക്ക് നൽകിയ, ഞങ്ങൾ നടത്തിയ പഠനങ്ങൾക്ക് നൽകിയ ആ വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട എല്ലാ വൈദികർക്കുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു വർഷ കാലയളവിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അടുത്തൊരു കാലഘട്ടത്തിലേക്ക് വരുന്ന നമ്മുടെ കൈക്കാരന്മാർക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ അവർക്കൊരു ആശംസ നൽകുകയാണ്. അതുപോലെ 148ാം തിരുനാളിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദേവാലയം ആത്മീയമായിട്ട് ഒരുങ്ങിയ അതേ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ അവിടെ നിശബ്ദമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. തിരുനാളാഘോഷത്തിന്റെ ഏറ്റവും വലിയ ജനകീയത എന്ന് പറയുന്ന എല്ലാ കമ്മിറ്റികളുമായിട്ട് പ്രവർത്തിക്കാനായിട്ട്, ആ കമ്മിറ്റികളെല്ലാം തന്നെ കോർത്തിണക്കാനായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച ഒരു തിരുനാളാഘോഷം കൂടിയാണിത്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൂടെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഓവർഡ്രാഫ്റ്റ് പോലുള്ള ഘടകങ്ങളുണ്ട്. ഈ പള്ളിയെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള സാമ്പത്തികമായ കാര്യങ്ങളിൽ എങ്ങനെ അത് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പലിശ നഷ്ടമില്ലാത്ത രീതിയിൽ ഈ നിലവിലുള്ള ഓഡി അക്കൗണ്ടുകളായി കഴിഞ്ഞാലും മറ്റ് കണക്കുകളായി കഴിഞ്ഞാലും അത് കൃത്യതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ കാലയളവിൽ സാധിച്ചു. തിരുനാളാഘോഷം ഒരു ഗംഭീരമായ വിജയമാക്കി മാറ്റുന്നതിൽ ഏറ്റവും നിസ്വാർത്ഥമായി പങ്കുവഹിച്ച മുഴുവൻ ഇടവക സമൂഹത്തിനും ഒരിക്കൽ കൂടെ ഈ സമയത്ത് നന്ദി പറയുകയാണ്. ഇനിയും നമ്മുടെ പുണ്യവാളന്റെ ഈ പുണ്യ ദേവാലയം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളോടുകൂടെ മുന്നോട്ട് പോകട്ടെ. വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടാനായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാവർട്ടി തിരുനാൾ, അതുപോലെ തന്നെ സാന്റ് ജോസ് ആർക്കേഡ് മതബോധന കേന്ദ്രം, നമ്മുടെ തുടർന്നുള്ള ഒത്തിരിയേറെ പൊൻതൂവലുകളുമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിലത്തെ ഈ ഒരു ട്രസ്റ്റിമാർ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നേരിട്ടത്. ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാവുന്ന കാര്യം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണ് പ്രതിനിധി യോഗത്തിലെ ഓരോ കാര്യവും അവതരിപ്പിച്ചത്. ആ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വലിയ പാകപ്പിഴകളൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തി. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വലിയ സന്തോഷം. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എല്ലാവർക്കും.